കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് പോവാണ്. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കണം. കൂട്ടത്തില് ബീഫും വാങ്ങിക്കാണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ രാവിലെ പോയാൽ മാത്രമേ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നിപ്പോ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു സമയത്തുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രസമാണ് കേട്ടാ. അതങ്ങനെ നല്ല ഒരു എന്ത് പറയാൻ, റോഡിലൊന്നും പ്രത്യേകിച്ച് അധികമൊന്നും ആരും ഉണ്ടാവത്തില്ല. അപ്പൊ ഇതുപോലെ പോയി നമുക്ക് സമാധാനമായിട്ട് വാങ്ങിച്ചിട്ട് വരാനും സാധിക്കും. അപ്പൊ ഇത് മീറ്റൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന വഴിയില് ഞാൻ അങ്ങോട്ട് പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചെടികളുടെ നഴ്സറി കേട്ടോ. അപ്പൊ ഞാൻ സാറിക്കടുത്ത് പറഞ്ഞ് തിരിച്ചു വരുമ്പോ എന്നെ ഇന്ന് അവിടെ നിന്ന് നിർത്തി തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ബോഗൻ വില്ല എനിക്ക് വേണമെന്ന്. അപ്പൊ അത് ഇവിടെ ഉണ്ടോന്ന് അറിയാനായിട്ട് ഞാൻ കയറിയതാണ്. പിന്നെ ഒന്ന് രണ്ട് ചെടിയുടെ എനിക്ക് വാങ്ങിക്കണമായിരുന്നു. പക്ഷെ ഞാൻ കയറിയപ്പോഴേക്കും ഞാൻ അന്വേഷിക്കുന്ന ചെടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ച് നേരെ പോവാണ്. അപ്പൊ ഇനിയിപ്പോ പോണ വഴിയിൽ ഇതാക്കണ്ട, ഞാൻ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോഴേ സാറിക്കടുത്ത് പറഞ്ഞു ഇവിടെ നിന്ന് എനിക്ക് ഈ നൊങ്ക് വാങ്ങിക്കണം എന്ന്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അതിങ്ങനെ വഴിയരികിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ എന്താ നൊങ്ക് വാങ്ങിക്കാണ്. എപ്പോഴും ഇതിങ്ങനെ കാണത്തൊന്നുമില്ല കേട്ടോ. സീസണലായിട്ടാണ് ഈ സംഭവം നമ്മൾ ഈ റോഡരികിൽ കാണുന്നത്. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിസ്സാറിക്കാണ് ഇതാ തയ്യാറാക്കാം എന്ന് പറഞ്ഞിട്ട് ഇതാ എല്ലാം നൊങ്കൊക്കെ ഇതാ വെട്ടിയെടുക്കാണ്. അതിൽ കണ്ട ചെറിയ നൊങ്കുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് എടുക്കുന്നതിനേക്കാളും നമുക്ക് ലാഭം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കപ്പില് വാങ്ങിക്കത്തില്ലേ, അതാവുമ്പോഴേക്ക് ഒരുപാട് നൊങ്കുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു കപ്പിന് 60 രൂപ അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര വിലയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വാങ്ങുന്നത്. അപ്പൊ നമുക്കത് ഉറപ്പുമില്ല ഇതിന്റെ അകത്ത് സംഭവം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ മാതിരി റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടിയേ തീരത്തുള്ളൂ, അങ്ങനെ വാങ്ങിയതാണ്. അപ്പൊ ദാ ഇത് കണ്ട ഇതുപോലെ ഇതിപ്പം കണ്ണ് കണ്ട 2 കണ്ണേ ഉള്ളൂ. സാധാരണ 3 കണ്ണൊക്കെയാണ് കാണുന്നത് അല്ലേ. നൊങ്കിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും കാര്യങ്ങൾ അറിയത്തില്ല. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അപ്പൊ നൊങ്കുതാ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഈ ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള സംഭവങ്ങൾ മൊത്തം ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അതാ കണ്ട ഇതുപോലെ വേണം സ്പൂൺ ഇട്ടിട്ട് കറക്കിയെടുക്കാൻ. സ്പൂണ് ചിലപ്പം കറക്റ്റായിട്ട് പോകത്തുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇളക്കിയെടുക്കണത്. ഇതാ നൊങ്കൊക്കെ അനുസരിച്ച് ഇതാ ഇവിടെ ഇളക്കിയെടുത്തിരിക്കുകയാണ്. അപ്പൊ അതിലിതാ കുറച്ചിങ്ങനെ ചാറും ഉണ്ടാവും. പിന്നെ ഇതാ ഞാനാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും ഉണ്ടാക്കണ കേട്ടോ. ഇതിപ്പോ നിസ്സാറിക്ക സ്റ്റൈലിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ പൈനാപ്പിൾ ഇതാ കുറച്ചെടുക്കുകയാണ്. നല്ല പഴുത്ത കളറുള്ള പൈനാപ്പിൾ തന്നെ ഇതിനെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ മുള്ളെല്ലാം ചെത്തിക്കളയണം. മുള്ളൊട്ടും ഇരിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇതാ ഈ പൈനാപ്പിളും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെത്തി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാ പൈനാപ്പിൾ നമുക്കിങ്ങനെ വായിലിട്ട് കടിച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. തീരെ കുഞ്ഞായിട്ടൊന്നും അരിഞ്ഞെടുക്കണ്ട. അതാ ഈ കട്ട് ചെയ്തിരിക്കുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഈ ഇളക്കിയിട്ടിരിക്കുന്ന നൊങ്കിലേക്ക് ഈ പൈനാപ്പിൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളക് 1 എണ്ണം ചേർത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കണം. ഇനി കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ പച്ചമുളക് ഒഴിവാക്കാം. പക്ഷെ ഇതൊക്കെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു രുചി. പിന്നെ നല്ല പഴുത്ത പാളയംതോടൻ പഴം കേട്ടോ, നല്ല പഴുത്തത് തന്നെ എടുക്കണം. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് ഇതുപോലെ പാത്രത്തിൽ ഇട്ടങ്ങ് ഉടച്ചെടുക്കണം. ഇതാ ഇതുപോലെ ഇതിപ്പോൾ ഒരു 3-4 എണ്ണം ചേർത്തിട്ടുണ്ട്. ഉടച്ചെടുത്തിട്ട് ഇതാ ഇവിടെ ഒരു മൺകുടുക്ക എടുത്തിട്ടുണ്ട്. അപ്പം മൺകലം കേട്ടോ, ആ കലത്തിലേക്ക് ഇതാ ഇത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും നൊങ്കും പൈനാപ്പിളും പിന്നെ നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന പഴവും ഒക്കെ കൂടെ ചേരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ. നന്നായിട്ട് ഇതാ തവിയുണ്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം. ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവണത് കേട്ടോ. പിന്നെ കസ്കസ് ഇതാ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണതിന് 1/2 മണിക്കൂർ മുമ്പ് കുതിർത്തെടുത്താൽ മതി കേട്ടോ. കഴുകിയിട്ട് കുതിർത്തെടുക്കണം. അത് നമുക്ക് എത്രയാണോ ആവശ്യം, നമ്മൾ ആ ഒരു എത്ര ക്വാണ്ടിറ്റി ആണോ അതിനനുസരിച്ച് എടുക്കണം. പിന്നെ വേണ്ടത് നറുനീണ്ടി സിറപ്പാണ്. ഈ സിറപ്പ് ഇവിടെ 1/2 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ മധുരത്തിനും നമുക്ക് ആവശ്യത്തിനുമാണ് എടുക്കണത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു അളവോ കണക്കോ ഒന്നുമില്ല. അതും കൂടി ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതാണ്ട. പക്ഷേ ഇപ്പോഴും സംഭവം റെഡി ആയിട്ടില്ല. ഇനി 1-2 ഐറ്റം ഇതിൽ ചേരാനുണ്ട്.
ഇതുപോലെയാണ്. പണ്ട് നമ്മൾ മുറുക്കാൻ കടകളിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സർബത്തുകൾ കിട്ടുന്നത് അല്ലേ, ഐസ് ഇതുപോലെ തല്ലി പൊട്ടിച്ചതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട്. ഇപ്പോഴത്തെ മോഡേൺ കടകളിലൊക്കെ അത് വേറെ രീതിയിലാണ്. പക്ഷെ പണ്ടത്തെ ആ ഒരു മുറുക്കാൻ കട കിട്ടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. നിങ്ങളോ? നിങ്ങൾ എത്ര പേര് അങ്ങനെ മുറുക്കാൻ കടയിൽ നിന്നൊക്കെ ഇതൊക്കെ വാങ്ങി കുടിച്ചിട്ടുള്ളവരുണ്ടെന്ന് കൂടി പറയണം കേട്ടോ. ഇതാ ഐസ് ക്യൂബ് ഇട്ട ശേഷം പാലിതാ കുറച്ച് വെള്ളം ചേർത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് അങ്ങ് ഒഴിച്ച് കളയരുതേ. എന്നിട്ട് ഇളക്കി ഇളക്കി എടുക്കണം. എന്താ ടേസ്റ്റ് ആണെന്നറിയോ ഇതങ്ങോട്ട് കുടിച്ചാൽ. അപ്പോൾ ദാ ഈ ഇളക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ കുടിച്ചതുപോലെ ഒരു ഫീലാണ് കിട്ടണത്. അപ്പോൾ എന്തിനും ഒരു സെർവ് ചെയ്യുന്നതിനൊക്കെ ഒരു ഭംഗി വേണ്ടേ. അപ്പോൾ ദാ കൊച്ചു കുടുക്കയാണ് എടുത്തിരിക്കുന്നത് കുടിക്കാൻ പാകത്തിനുള്ളത്. അതിലേക്കാണ് ഇതാ ഇത് ഫില്ല് ചെയ്തെടുക്കണത് കേട്ടോ. അതിങ്ങനെ വെച്ചിരുന്നിട്ട് ആ തണുപ്പൊക്കെ ഇറങ്ങിയ ശേഷം കുടിക്കണം കേട്ടോ. അപാര ടേസ്റ്റാണ്. ഇങ്ങനെ കുടിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇതിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി നിസാർക്കതാ മീതെ 1-2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നിസാർക്കയുടെ സ്പെഷ്യൽ സർബത്ത് റെഡിയായി. സുൽത്താൻ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. എങ്ങനെയുണ്ട് സുൽത്താൻ? മധുരവും പിന്നെ അതിൻ്റെ എരിവും. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൈനാപ്പിളിന്റെ പുളിയും ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. അപ്പൊ എല്ലുള്ള ബീഫും പിന്നെ കുറച്ച് കരളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ബീഫ് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ അതിന്റെ ആ ഒരു ബ്ലഡൊക്കെ പോണം കേട്ടോ. വൃത്തിയാക്കിയ ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു സവാള, ഒരു പച്ചമുളക്, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടണ്ട കേട്ടോ. പിന്നെ 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ. ഇതാകുമ്പോൾ ഒരുപാട് എരിവൊന്നും ഉണ്ടാവത്തില്ല, പാകത്തിനെ കാണും. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും ഇട്ട ശേഷം കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണേ, എങ്കിലേ അതെല്ലായിടത്തും നല്ലതുപോലെ മിക്സായി കിട്ടത്തുള്ളൂ. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഇതാ 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നത്. സാധാരണ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഈ ബീഫിന്റെ ഐറ്റം കാണിക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല. അപ്പോൾ ഇത് പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു 4 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കും. അപ്പൊ കരൾ നന്നായിട്ട് അതിന്റെ ആ ബ്ലഡ് പോത്തക്ക രീതിയിൽ കഴുകിയെടുത്ത ശേഷം ഡ്രെയിൻ ചെയ്ത് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇതിലേക്ക് ഞാൻ ഒരു ഫുൾ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കും. തിളപ്പിച്ച ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ച് തന്നെ ഞാൻ വാഷ് ചെയ്തെടുക്കും കേട്ടോ. എങ്കിലേ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ അഴുക്കൊക്കെ മാറിക്കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് തിളച്ച വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതാണ്. ഞാൻ ചട്ടി കഴുകിയിട്ട് വീണ്ടും ഞാൻ ഈ മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1.5 ടീസ്പൂണ് ഗരം മസാല പൊടിയും, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അത് നിങ്ങളുടെ എരിവിന്റെ പാകത്തിന് എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അത് 1.5 ടീസ്പൂണോളം ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, ഇതൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇതിൻ്റെ പാകത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പാകത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ഈ ഒരു പരുവത്തിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കരളിന് ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവത്തില്ല, അതിൻ്റെ അഴുക്കൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതുപോലെ കുക്കറിലിട്ട് വേവിച്ചെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ അടുപ്പത്ത് വെച്ചുണ്ടാക്കിയാൽ മതി, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു.
കണ്ടോ കറക്റ്റ് പരുവത്തിന് വെന്ത് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് നേരമായി. അതുകൊണ്ട് ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗോതമ്പ് പുട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഇടിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു, പിന്നെ പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊക്കെ റെഡിയായി വരുമ്പോഴേക്ക് നമ്മൾ സാധനം വാങ്ങിയിട്ട് വന്നടൻ ചെയ്തതല്ലേ, അപ്പം ഒത്തിരി നേരമായി പോയി. അപ്പൊ പിന്നെ ഇനിയിപ്പം ഇവരൊക്കെ വിശന്നിരിക്കുകയാണ്. അപ്പൊ എളുപ്പം പുട്ടാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ പുട്ടിന് നനച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഇതിന്റെ ഇടയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പൊ അതാ നമ്മളുടെ കരളിന്റെ ചാറൊക്കെ വറ്റി ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വറ്റിച്ചെടുക്കണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് വെക്കരുതേ. വീണ്ടും ഞാൻ ഇതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ വെളിയിലൊരു കിളി ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്റെ കാഴ്ചകളൊക്കെ എപ്പോഴും ഇങ്ങനെ പോകും കേട്ടോ. കുക്കിങ്ങിന്റെ ഇടയിൽ നല്ല രസമുണ്ട് കേട്ടോ ആ ചിത്തിര വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കൊണ്ട് ഇതേ നമ്മുടെ കുക്കറിന്റെ സ്റ്റീമൊക്കെ പോയി. അപ്പൊ ഞാൻ ഇതാ കുക്കർ ഓപ്പൺ ചെയ്തു. ഇതാ കണ്ട. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഇത് വേവിച്ചെടുത്തത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇത് വേവിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതായത് എനിക്കത് റെഡിയാക്കി എടുക്കാനുള്ള സൗകര്യത്തിന് വലിയൊരു പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു സോസ് പാനിലേക്കാണ് ഇത് ചാറോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഒരു സൈഡിൽ നമ്മളുടെ കരള് റെഡിയാവുന്നുണ്ട്, ഒരു സൈഡിൽ ഈ ബീഫും റെഡിയാവുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ എല്ലൊക്കെ ഉള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ വെളിയിൽ നോക്കുമ്പോൾ നല്ല കാറ്റ് കേട്ടോ. ആ ചിത്തിര നോക്കിക്കേ, ചിത്തിര ഇങ്ങനെ വന്ന് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് അപ്പുറത്തുനിന്ന് കറങ്ങി ഇപ്പുറത്ത് വന്നിരിക്കുന്നു, ഇപ്പുറത്തുനിന്ന് കറങ്ങി അപ്പുറത്ത് പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ പറന്ന് നടക്കുന്നത് കാണാൻ. അപ്പൊ ദാ നമ്മളുടെ തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 5-6 കറിവേപ്പിലയും ഇതുപോലെ ചെറിയ ഒരു പീസ് പട്ടയും കൂടി ഞാൻ എടുത്തിരിക്കുകയാണ്. 2 ഗ്രാമ്പും വേണം കേട്ടോ. എന്നിട്ട് ഞാനിത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ചൂടായി ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ. അതുവരെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ ഞാൻ കണ്ടോ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഞാന് പുട്ടുണ്ടാക്കാനായിട്ട് പോകണം. വെളിയിൽ ഞാൻ പറഞ്ഞില്ല ഭയങ്കര കാറ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞ ഇങ്ങനെ കാറ്റൊക്കെ കണ്ടോണ്ട് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. ആ ഇലകളുടെ ചാഞ്ചാട്ടമൊക്കെ നോക്കിക്കേ. അപ്പൊ ഞാൻ നമ്മളുടെ മസാല ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുതേ, ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ ദാ നമ്മളുടെ കരളിന്റെ ആ ഒരു മസാലയൊക്കെ വറ്റിട്ടുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ കരൾ തോരൻ കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ എത്ര പേർക്ക് കരൾ ഇഷ്ടമുള്ളവരുണ്ടെന്നുകൂടി ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഇവിടത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവരാരും കരൾ കഴിക്കത്തില്ല കേട്ടോ. കരൾ കഴിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രമേ കരളുള്ളൂ. ഇവർക്കൊന്നും അത് വലിയ പ്രിയമില്ല. അപ്പൊ നമ്മളുടെ ആ കറിയിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പോളം തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ ഇത് ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് കുറുകുമ്പോഴാണ് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് അവിടെ ഒന്ന് കുറുകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സമയം നമ്മൾ മറ്റൊരു പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 പട്ട, 3-4 ഗ്രാമ്പും ഒക്കെ ഇട്ട ശേഷം ഞാൻ ഇവിടെ ഒരു കൈപ്പിടി കൊപ്ര എടുത്തിട്ടുണ്ട്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിലേക്ക് ഒരു 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. തേങ്ങ ഇതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കൂട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കറിയുടെ ഒരു പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി മണമാണ്. അപ്പൊ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ചൂടോടുകൂടി തന്നെ ഇതൊക്കെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബീഫൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ചിലർക്കൊന്നും ബീഫ് വലിയ പ്രിയം ഉണ്ടായിരിക്കത്തില്ല. അപ്പോ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോത്താണ് കേട്ടോ, പോത്തിറച്ചി, അതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം ഞാൻ പുട്ട് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ടാവുമ്പോൾ എളുപ്പമാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കറി റെഡിയായപ്പോൾ തന്നെ ഒരറ്റത്ത് പുട്ടും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗുൾഫി നമുക്ക് കിട്ടുന്നത്. എനിക്കാണെങ്കിൽ അതിനിടയിൽ കാറ്റ് വീണ്ടും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതുപോലെ വായി നോക്കാനൊക്കെ വന്ന് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ഡിലേ ആവും. അപ്പൊ ഞാൻ കട്ടൻ ചായക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതും സുലൈമാനി നല്ല ടേസ്റ്റ് ആണ്.
അപ്പോൾ ഇത് ഏലക്കയൊക്കെ ഇട്ട സുലൈമാനിയാണ്. അപ്പം ചൂടോടുകൂടി തന്നെ ഞാൻ എല്ലാം ടേബിളിലേക്ക് ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നിസാർക്കയുടെ സ്പെഷ്യൽ നൊങ്ക് റെസിപ്പിയും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ പോത്തിറച്ചിയുടെ വിഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്ന് മറന്നു വരുന്നത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗ് ആയിട്ടൊക്കെ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.